സുഹൃത്തുക്കളെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല, ഇവനാണ് നമ്മുടെ മുക്കുറ്റി. അവൻ്റെ സൈസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ട, നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്നവൻ ഈ സൈസ് ഉണ്ട്, ഇച്ചിരി പാടാണ്. ഇത് നമ്മൾ കണ്ടുപിടിച്ചാണ്. കണ്ടു കഴിഞ്ഞൊരു കണ്ട അവൻ്റെ ഓരോന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നല്ല ഈ മാതിരി സൈസ് വെക്കുന്ന മുക്കുറ്റിയുണ്ട്. പല വെറൈറ്റി സാധനങ്ങളുണ്ട്. വെള്ളപ്പൂവുള്ളതുണ്ട്, കടും മഞ്ഞ നിറമുള്ളതുണ്ട്. ക്ഷേത്രങ്ങളിലൊക്കെ എടുക്കുന്ന കുഞ്ഞു മുക്കുറ്റിയും ചെറിയ മഞ്ഞപ്പൂവുള്ളതുണ്ട്. അപ്പോൾ ഉള്ള ഔഷധമാണ്. നമ്മുടെ ശരീരത്തെ ഡീഓക്സിഫിക്കേഷൻ ചെയ്യാൻ ഇത്രയേറെ പവറുള്ള ആയുർവേദത്തിൽ കിടുക്ക് സംഭവമാണ് മുക്കുറ്റി. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പുറകെ പറയുന്നതായിരിക്കും. ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. KK മീഡിയ ഇന്ന് നോക്കിയിരിക്കുന്ന സംഭവം നമ്മുടെ മുക്കുറ്റിയാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇൻഡോമലേഷ്യൻ ജീവമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഏകവർഷീയ ചെറുസസ്യമാണ് മുക്കുറ്റി. ആയുർവേദത്തിൽ ദശപുഷ്പങ്ങളിൽ പെടുന്ന സസ്യമാണിത്. ഓക്സാലിഡേസിയ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമത്തിന്റെ കാര്യത്തിൽ ഇന്നും തർക്കം നിലനിൽക്കുകയാണ്. നമ്മുടെ പാതയോരങ്ങളിലും പറമ്പുകളിലും ഒക്കെ യഥേഷ്ടം കാണപ്പെടുന്ന തണലുള്ള പ്രദേശങ്ങളിൽ, തണുപ്പുള്ള പ്രദേശങ്ങളിലും ഒക്കെ മുക്കുറ്റി കാണാവുന്നതാണ്. നമ്മുടെ വീട്ടുപറമ്പിലും വഴിയോരത്തുമൊക്കെ ആയിട്ട് കാണുന്ന മുക്കുറ്റി ഗ്രാമീണ സംസ്കൃതിയുടെ ഒരു അടയാളം കൂടിയാണ്. ദശപുഷ്പങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി. ബയോഫിയം സെൻസിറ്റിവിയം എന്ന ശാസ്ത്രീയ നാമമുള്ള മുക്കുറ്റി ഒട്ടേറെ ദേശനാമങ്ങളിലാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ നിലന്തങ്ങ്, ലജ്ജാലു, തീണ്ടനാഴി, ജലപുഷ്പം എന്നീ പേരുകളിലൊക്കെ ഈ മുക്കുറ്റി നമ്മൾ അറിയപ്പെടുന്നു. 8 മുതൽ 15 സെന്റിമീറ്റർ വരെ ഉയരമുള്ള ഇവയ്ക്ക് ഒരു കൊല്ലമാണ് ആയുസ്. 5 ഇതളുകളുള്ള പൂക്കൾക്ക് 10 കേസരങ്ങളും 5 അറയുള്ള അണ്ടാശയവും ഉണ്ടാകും. വിത്തുകൾ മണ്ണിൽ വീണ് മഴയുള്ളപ്പോൾ മുളയ്ക്കും. ഉത്തേജന ഗുണമുള്ള ഒരു ഔഷധം കൂടിയാണ് മുക്കുറ്റി. കർക്കിടക മാസത്തിൽ മുക്കുറ്റി ചാന്ത് തൊടുന്നതിന് പിന്നിൽ ഇത്തരത്തിലൊരു രഹസ്യം കൂടിയുണ്ട്. കുറിയരച്ച് തൊടുന്ന ഭാഗം നാഡികൾ സമ്മേളിക്കുന്ന ഇടമാണ്. ഇവിടെ മുക്കുറ്റി അരച്ച് തൊട്ടാൽ ഈ ഭാഗം ഉത്തേജിക്കപ്പെടുകയും ആരോഗ്യകരമായ കുറേ ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. മുക്കുറ്റി തലയിൽ ചൂടിയാൽ ഭർത്താവിന് നല്ലത് വരുമെന്നും വീട്ടിൽ സൂക്ഷിച്ചാൽ ദൃഷ്ടിദോഷം മാറുമെന്നുള്ള അനേകം വിശ്വാസങ്ങളും കൂടെ നമ്മുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ മുക്കുറ്റി അടിപൊളി ഒരു സംഭവം തന്നെയാണ്. കൂട്ടുകാർ, ഈ സസ്യം പൂർണ്ണമായും ഔഷധ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. രുചിയിൽ കയ്പുള്ള മുക്കുറ്റി ഉത്തേജന ഗുണമുള്ളതാണെന്നാണ് തെളിഞ്ഞിട്ടുണ്ട്. ആയുർവേദ വിധിപ്രകാരം ഉഷ്ണവർദ്ധകവും ശ്ലേഷ്മവർദ്ധകവുമായ ഈ സസ്യം ത്രിദോഷങ്ങളിൽ വാതപിത്ത ദോഷങ്ങൾക്ക് ഫലപ്രദമാണ്. പനി, ഹെമറേജ്, ചുമ, അതിസാരം, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കെല്ലാം ഔഷധമായി ഈ സസ്യം ഉപയോഗിക്കുന്നു. അണുനാശന സ്വഭാവവും ആൻറ്റി